ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഹൈദരാബാദ് പാക്കേജിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ആദ്യം ഞങ്ങൾ പോയത് ബിർള മന്ദിറിലാണ്. അതിനുശേഷം സലാർ ജംഗ് മ്യൂസിയം കാണാനായിട്ടാണ്. ഹൈദരാബാദിലെ മൂസി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ഒരു മ്യൂസിയമാണ് സലാർ ജംഗ് മ്യൂസിയം. മീർ യൂസഫ് അലി ഖാൻ ശേഖരിച്ച അമൂല്യമായ കലാസൃഷ്ടികൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ, ആയുധങ്ങൾ, കയ്യെഴുത്തുപ്രതികൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1961 സലാർ ജംഗ് മ്യൂസിയം ആക്ട് പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇപ്പോൾ മ്യൂസിയം കൈകാര്യം ചെയ്യുന്നത്. അവസാനത്തെ ഹൈദരാബാദ് നവാബായിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മിർ യൂസുഫ് അലി ഖാൻ സലാർ ജംഗ് മൂന്നാമൻ്റെ സ്വകാര്യ ശേഖരമായിരുന്നു ഇതെല്ലാം. സലാർ ജംഗ് മൂന്നാമൻ 35 വർഷത്തോളം എടുത്താണ് ഇതെല്ലാം ശേഖരിച്ചത്. ഹൈദരാബാദിലെ മൂസി നദിയുടെ തീരത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അർദ്ധവൃത്താകൃതിയിൽ 2 നിലകളിലുള്ള 3 കെട്ടിടങ്ങളിലാണ് ഈ ശേഖരങ്ങളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. 3.5 പതിറ്റാണ്ട് കൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ശേഖരിച്ച വസ്തുക്കളാണ് ഇവിടെയുള്ളത്. കുടുംബത്തിൻ്റെ സ്വകാര്യ ശേഖരങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളതെല്ലാം. ഖുറാനുകൾ ഉൾപ്പെടെയുള്ള അപൂർവ ശേഷിപ്പുകൾ, പുരാവസ്തുക്കൾ, ചരിത്രവസ്തുക്കൾ, കയ്യെഴുത്തു പ്രതികൾ, പുസ്തകങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിൽ സലാർ ജംഗ് മൂന്നാമൻ വലിയ തൽപരനായിരുന്നു. ഈ ശേഖരണത്തിനായി സ്വന്തം സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ശേഖരങ്ങൾ അദ്ദേഹം കുടുംബവസതിയായ ദിവാൻ ദേവ്ഡി കൊട്ടാരത്തിൽ സ്വകാര്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. 1949 നവാബ് ഭരണം അവസാനിക്കുകയും സലാർ ജംഗ് മൂന്നാമൻ മരണപ്പെടുകയും ചെയ്തതോടെ ഈ ശേഖരങ്ങളെല്ലാം ഒരു സ്വകാര്യ മ്യൂസിയമാക്കി മാറ്റി. 1951 ഡിസംബർ 16 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ മ്യൂസിയം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. അപ്പോഴും സ്വകാര്യ മ്യൂസിയമായി തുടർന്ന ഇത് പിന്നീട് ദേശീയ മ്യൂസിയമായി മാറ്റി. എങ്കിലും ഈ ശേഖരങ്ങൾ തുടർന്നും 17 വർഷത്തോളം ദിവാൻ ദേവ്ജി വസതിയിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. 1968 ഈ ശേഖരങ്ങൾ ഇന്നത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ദാർ ഉൽ ഷിഫയിലേക്ക് മാറ്റി. 38 ആർട്ട് ഗാലറികളിലായാണ് ഇവിടെ ശേഖരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ബ്ലോക്ക്, വെസ്റ്റേൺ ബ്ലോക്ക്, ഇന്ത്യൻ ബ്ലോക്ക് എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ 3 കെട്ടിടങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഗാലറികളിൽ 27 മ്യൂസിയത്തിൻ്റെ ഇന്ത്യൻ ബ്ലോക്കുകളിലാണ് ഉള്ളത്. മനോഹരമായ ശില്പങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, കൊത്തുപണികൾ, തുണിത്തരങ്ങൾ, കയ്യെഴുത്തുപ്രതികൾ, സെറാമിക്, മെറ്റാലിക് ആർട്ടിഫാക്റ്റുകൾ, പരവതാനികൾ, ഘടികാരങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയുടെ അത്ഭുതപ്പെടുത്തുന്ന ശേഖരങ്ങൾ ഇവിടെയുണ്ട്. 45,000-ഓളം കലാവസ്തുക്കളാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ, ജപ്പാൻ, ചൈന, ബർമ്മ, നേപ്പാൾ, പേർഷ്യ, ഈജിപ്ത്, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് സലാർ ജംഗ് മൂന്നാമൻ ഈ വസ്തുക്കൾ ശേഖരിച്ചത്. ഇന്ന് സലാർ ജംഗ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറികളിലൊന്ന് ഈ മ്യൂസിയത്തിലാണുള്ളത്. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വിലപിടിപ്പുള്ളതും അപൂർവവുമായ നിരവധി പരമ്പരാഗത സാരികളാണ്. രാജ്ഞിമാരുടെ സ്വർണ്ണ സാരികൾ, കരകൗശല വൈദഗ്ധ്യം നിറഞ്ഞ കൈത്തറി സാരികൾ, പഴയകാല സിൽക്ക് സാരികൾ എന്നിവ ഇവിടെ കാണാം. കൈത്തറിയിൽ നിർമ്മിച്ച വിസ്മയിപ്പിക്കുന്ന ബനാറസ് സിൽക്ക് സാരികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത തറികളിൽ നെയ്ത പ്രത്യേക പാറ്റേണുകളോടുകൂടിയ സാരികൾ മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. 18-19 നൂറ്റാണ്ടുകളിലെ കാശ്മീരി ഷാളുകളുടെ സമ്പന്നമായ ശേഖരം മ്യൂസിയത്തിലുണ്ട്. ഇന്ത്യ സാർവത്രികമായി പ്രശംസ നേടിയ കാശ്മീർ തുണി വ്യവസായത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യങ്ങളെ ഈ ഷാളുകൾ സൂചിപ്പിക്കുന്നു.
ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് നിർമ്മിത മ്യൂസിക്കൽ ക്ലോക്ക്. ഈ ക്ലോക്ക് യൂറോപ്യൻ ആർട്ട് ഗാലറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ മണിക്കൂറിലും മ്യൂസിക്കൽ ക്ലോക്കിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ചെറിയ വാതിൽ തുറക്കുകയും ഒരു ചെറിയ കളിപ്പാട്ട മനുഷ്യൻ പുറത്തു വരികയും ചെയ്യുന്നു. ആ മനുഷ്യൻ മണി മുഴക്കുകയും സമയം പൂർത്തിയാകുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോകുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഈ ബ്രാക്കറ്റ് ക്ലോക്ക് 20-ാം നൂറ്റാണ്ടിലെ മികച്ച കലാരൂപമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വാക്കിംഗ് സ്റ്റിക്കാണ്. ലോകമെമ്പാടുമുള്ള 250-ലധികം അപൂർവ വാക്കിംഗ് സ്റ്റിക്ക് അടങ്ങിയ ഒരു പ്രത്യേക ഗാലറിയുണ്ട്. മരം, ആനക്കൊമ്പ്, ജേഡ്, വെള്ളി, മീൻമുള്ള്, തുകൽ എന്നിവയിൽ നിർമ്മിച്ച ഇവ 17-18 നൂറ്റാണ്ടുകളിലെ ഫാഷനും അധികാര ചിഹ്നവുമായിരുന്നു. വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ കൊത്തിയ ചന്ദനവടി, ആയുധങ്ങൾ, ഒളിപ്പിച്ച വടികൾ എന്നിവ ഇതിൽ പ്രശസ്തമാണ്. പഴയ കാലത്തെ നവാബുമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഉപയോഗിച്ചിരുന്നത് ഇതാണ്. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ഇന്ത്യൻ പ്രഭുക്കന്മാർക്കിടയിൽ ഫാഷനും അധികാര ചിഹ്നവുമായിരുന്നു ഈ വടികൾ. മ്യൂസിയത്തിലെ ആയുധശേഖരത്തിൽ അമൂല്യമായ തോക്കുകളും ആയുധങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുഗൾ, ടർക്കിഷ്, പേർഷ്യൻ കാലഘട്ടത്തിലെ തീപ്പൊരി തോക്കുകളും റിവോൾവറുകൾ, പഴയകാല വാളുകൾ, ഡാങ്ങറുകൾ എന്നിവ ഇവിടെ കാണാം. ഔറംഗസീബിൻ്റെയും സലാർ ജംഗിൻ്റെയും പേരുള്ള ജേഡ് പിടിപ്പിച്ച ഡാങ്ങറുകളും പ്രശസ്തമാണ്. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഡബിൾ സ്റ്റാച്യു ഓഫ് മെഫിസ്റ്റോഫെലിസ് ആൻഡ് മാർഗ്രേറ്റ. ഈ ശില്പം ഒരൊറ്റ സൈക്കമൂർ മരത്തടിയിൽ കൊത്തിയെടുത്തതാണ്. ഗോതയുടെ ഫൗസ്റ്റ് എന്ന നാടകത്തിലെ തിന്മയുടെ പ്രതീകമായ മെഫിസ്റ്റോഫെലിസിനെയും നന്മയുടെ പ്രതീകമായ മാർഗ്രറ്റയെയും ഒരേ സമയം കാണിക്കുന്നു. അതായത് മുൻവശത്ത് മെഫിസ്റ്റോഫെലിസ്, പുറകുവശത്ത് മാർഗ്രറ്റ. ശില്പത്തിന് പിന്നിൽ വച്ചിരിക്കുന്ന കണ്ണാടി വഴി മെഫിസ്റ്റോഫെലിസിനെയും മാർഗ്രറ്റയെയും ഒരേ സമയം കാണാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ ഒരു അജ്ഞാത ഫ്രഞ്ച് കലാകാരനാണ് ഇത് നിർമ്മിച്ചത്. മെഫിസ്റ്റോഫെലിസ് കൗശലക്കാരനായ ഒരു ദുഷ്ട കഥാപാത്രത്തെയും മാർഗ്രറ്റ പ്രാർത്ഥനാ പുസ്തകവുമായി ഇരിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയെയും സൂചിപ്പിക്കുന്നു. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഐവറി കളക്ഷനാണ്. ലോകപ്രശസ്തമായ ചൈനീസ്, ജാപ്പനീസ്, ഇന്ത്യൻ മാതൃകയിലുള്ള കൊത്തുപണികൾ, ആനക്കൊമ്പിലുള്ള ചെസ് സെറ്റുകൾ, കസേരകൾ, പെട്ടി, അലങ്കാര വസ്തുക്കൾ എന്നിവ ഇവിടെയുണ്ട്. സങ്കീർണമായ കൊത്തുപണികളോടുകൂടിയ പന്തലുകൾ, മാന്ത്രിക പന്തലുകൾ എന്നിവയാണ് പ്രധാന ആകർഷണം. ദന്തത്തിൽ നിർമ്മിച്ച കസേരകൾ, മേശകൾ, ജനൽപ്പാളികൾ എന്നിവ ശ്രദ്ധേയമാണ്. മാനുഷിക രൂപങ്ങൾ, മൃഗങ്ങൾ, മിത്തോളജിക്കൽ കഥാപാത്രങ്ങൾ, ചതുരംഗം എന്നിവയുടെ കൊത്തുപണികളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഇറ്റാലിയൻ ശില്പി ജിയോവന്നി മരിയ ബെൻസോണി 1876-ൽ നിർമ്മിച്ച വീൽഡ് റെബേക്ക. ഒരു സ്ത്രീയുടെ മുഖം മൂടിയിരിക്കുന്ന നേർത്ത പട്ടുപോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരൊറ്റ മാർബിൾ കല്ലിൽ കൊത്തിയെടുത്ത അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടിയാണ്. ബൈബിളിലെ പഴയ നിയമത്തിലെ റെബേക്ക എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവൾ വധുവായി ഇസഹാക്കിനെ കാണാൻ പോകുന്ന സന്ദർഭമാണ്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.